ഇന്ന് നമുക്ക് തേങ്ങയില്ലാതെ എങ്ങനെയാണ് പുട്ടുണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പൊടി, മറ്റേ തരി ഇല്ലാത്ത അരിപ്പൊടി ഇല്ലേ, അപ്പത്തിൻ്റെ ഒരു അരിപ്പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. എനിക്കത് ശരിക്കും അത് ഇഷ്ടമല്ല, എനിക്കറിയില്ല അതെങ്ങനെ നനയ്ക്കണ്ടേന്ന്. അത് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേലിച്ചീരയും പനിക്കൂർക്കയുടെ ഇല ഇവിടെ കുറേ നിൽപ്പുണ്ട്. ഇടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനൊന്ന് ഇട്ട് നോക്കി. അപ്പോൾ കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പനിക്കൂർക്കയുടെ ഇലയും വേലിച്ചീരയും കൂടി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി കുറച്ചെടുക്കാനാണ്. പിന്നെ ആ സവാള ഞാനിവിടെ ഒരു സവാള ഞാനിവിടെ വഴറ്റി വെച്ചിട്ടുണ്ട്, വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും വേലിച്ചീരയും പനിക്കൂർക്കയും കൂടി ഇടാം. മുരിങ്ങയിലയും കൂടി ഇടാമായിരുന്നല്ലേ, ഒരു കളർഫുള്ളിനായിട്ട്. കിട്ടുമെങ്കിൽ പോയി പറിച്ചിട്ട് വരായിരുന്നു. ഓക്കെ, സവാള വഴണ്ടയിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാളയും ക്യാരറ്റും കൂടെ ഒപ്പിട്ട് വഴറ്റണേ. കാരണം ഓൾറെഡി ഞാൻ ക്യാരറ്റ് വഴറ്റി വെച്ചുകൊണ്ടാണ് ലേറ്റായിട്ടത്. പിന്നെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ക്യാരറ്റിൽ വെള്ളമുണ്ട്, അതൊന്ന് മാറിക്കിട്ടട്ടെ. ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് നമ്മുടെ പുട്ടുപൊടി നനച്ച് വെച്ചാൽ പുട്ടുപൊടി ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇടണം. പുട്ടുപൊടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്നും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. സത്യത്തിൽ നേരത്തെ പൊടി നനക്കാൻ പാടില്ലായിരുന്നു. എനിക്കിതേ ഇപ്പോൾ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് വേണം, മിക്സ് ചെയ്തിട്ട് വേണം പൊടി നനക്കാനായിരുന്നു തോന്നുന്നു. ഇപ്പോൾ വെള്ളം കൂടിയ പോലെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമല്ലേ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ വെള്ളം കുറച്ചും കൂടി കുടിക്കുമല്ലോ നമ്മുടെ പൊടി. എന്തായാലും ഇപ്പോൾ കട്ട പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ തിരക്കുടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കട്ടെ. ബൈ. അപ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇലയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2-3 ലീഫും കൂടി നമ്മുടെ ഈ പുട്ടുപൊടിയിലേക്ക് ചേർക്കാം. ഓക്കെ, മുരിങ്ങയുടെ ലീഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടുകുടത്തിൽ വെച്ച് ആവിയേറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുട്ടുകണയിലേക്ക് നമുക്ക് പൊടി നിറക്കാം. ശരിക്കും പൊടിയും നമ്മുടെ മസാല ഉണ്ടല്ലോ, സവാള ക്യാരറ്റ്, അതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഞാൻ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ച് നനച്ച്, അതുകൊണ്ട് കട്ട പിടിച്ച് മാവ്. സാരല്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം സവാളയൊക്കെ വഴറ്റി പൊടിയിലേക്ക് ഇട്ടിട്ട് വേണം പൊടി കുഴക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലക്കറി പുട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.